ഗുരുദേവ പാദപത്മങ്ങളിൽ പ്രണാമം. വേദിയിലുള്ള ചെമ്പഴന്തി ഗുരുകുലത്തിൻ്റെയും ശിവഗിരി മഠത്തിൻ്റെയും കാര്യദർശിയായ പൂജനീയ ശുഭാംഗാനന്ദ സ്വാമികൾ, മറ്റു സുഹൃത്തുക്കളെ, സദസ്സിലുള്ള അന്താരാഷ്ട്ര ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ അധ്യക്ഷനായ പ്രൊഫസർ ശിശുപാല പണിക്കർ അടക്കമുള്ള സഹോദരീ സഹോദരന്മാരെ, നിങ്ങൾക്കെൻ്റെ വിനീതമായ പ്രണാമം. ജാതി ചിന്ത മറ്റെന്നത്തെക്കാളും രൂക്ഷമാവുകയും മതരാഷ്ട്രവാദം ഉയർന്നു വരികയും ചെയ്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ശ്രീനാരായണ ധർമ്മപ്രചരണത്തിൻ്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാൻ ഞാനിവിടെ നിൽക്കുന്നു. ആ വിഷയം ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ പൊതുവിലും ശിവഗിരി മഠവും ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭ പ്രത്യേകിച്ചും ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ആ വിഷയം ശാഖോപശാഖകളായി പറയുന്നതിന് കൂടുതൽ സമയം വേണ്ടിവരും. അത് സാധ്യമല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഞാനിവിടെ സംസാരിക്കുവാൻ നിൽക്കുന്നത്. ഒരു ഘട്ടമെത്തുമ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട പറയാതെ വിട്ടുപോകുന്ന കാര്യങ്ങളുടെ ഒരു രൂപരേഖ അവതരിപ്പിക്കുവാൻ മാത്രമേ എനിക്ക് കഴിയുകയുള്ളൂ. എന്താണ് ശ്രീനാരായണ ധർമ്മം? ഗുരുദേവ കൃതികളിൽ അനുബന്ധമായി ശ്രീനാരായണ ധർമ്മം എന്നൊരു ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗുരു ശിഷ്യ സംവാദ രൂപത്തിൽ ഗുരുദേവൻ സശരീരനായിരുന്ന കാലത്ത് ആത്മാനന്ദ സ്വാമി എന്ന മഹാപണ്ഡിതനായ ശിഷ്യൻ അടക്കമുള്ള ഗുരുദേവ ശിഷ്യന്മാർ, ഗുരുദേവന്റെ ആ കാലത്തെ ശിഷ്യന്മാരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പണ്ഡിതന്മാരെ തന്നെയായിരുന്നു. ആ ശിഷ്യന്മാർ ഗുരുദേവനും ഒന്നിച്ചുള്ള സഞ്ചാരത്തിനിടയിൽ ചോദ്യരൂപത്തിൽ അവതരിപ്പിച്ച കാര്യങ്ങൾ, ആ സംഭാഷണം സംസ്കൃത ഭാഷയിലെ, അതിന് ഗുരുദേവൻ നൽകിയ ഉത്തരങ്ങൾ, ഇത് രണ്ടും ചേർന്ന് ഗുരു ശിഷ്യ സംവാദ രൂപത്തിലുള്ള ഒന്നായിരുന്നു അത്. അതിന് ഗുരുദേവന്റെ മറ്റൊരു ശിഷ്യനായ സ്വാമി ശ്രീനാരായണ തീർത്ഥർ എഴുതിയ വ്യാഖ്യാനം, അതാണ് ഇന്ന് ഗുരുദേവരുടെ അനുബന്ധമായി ചേർത്തിരിക്കുന്നു. ആ കൃതി ഇപ്പോൾ ശ്രീനാരായണ സ്മൃതി എന്ന പേരിൽ ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും അന്തർദേശീയ ഭാഷയായ ഇംഗ്ലീഷ് വശമുണ്ടെങ്കിൽ ഈ ശ്രീനാരായണ സ്മൃതി അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മം വായിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ശ്രീനാരായണ ധർമ്മം? അത് ലൈഫ് സയൻസാണ്. ഇംഗ്ലീഷുകാരൻ്റെ ഭാഷയിൽ പറഞ്ഞ ലൈഫ് സയൻസാണ്, ജീവിതശാസ്ത്രമാണ്. ആ ജീവിതശാസ്ത്രം പഠിക്കേണ്ടത് മനുഷ്യ സമൂഹത്തിൻ്റെ, അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യ സമൂഹമാണെങ്കിലും അവരുടെ കടമയും ഉത്തരവാദിത്വവും. ശ്രീനാരായണ ധർമ്മം സർഗങ്ങളായി വായിച്ച് പഠിക്കുമ്പോൾ നമുക്കതിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ആശയങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞാൽ, ഒന്ന്, പഞ്ചശുദ്ധികൾ ആചരിച്ച് ജീവിക്കുക. രണ്ട്, പഞ്ചധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുക. ഇതിൻ്റെ ഒരു അനുബന്ധമായി ഗുരുദേവൻ കോട്ടയത്ത് വച്ച് ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്ന അവസരത്തിൽ
ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ നിർദ്ദേശിച്ചപ്പോൾ ആ വിഷയങ്ങൾ ഇതിനോടനുബന്ധമായി ചേർത്ത് വായിക്കാം. എന്തൊക്കെയായിരുന്നു ആ നിർദ്ദേശങ്ങൾ? ലക്ഷ്യങ്ങൾ: വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, സംഘടന, കൃഷി, കച്ചവടം, കൈത്തൊഴിൽ, സാങ്കേതികവിദ്യ. ആ ലക്ഷ്യങ്ങളിൽ ഗുരുദേവൻ ഒന്നാമതായി പറഞ്ഞത് ഈശ്വരഭക്തിയെക്കുറിച്ചല്ല, മറിച്ച് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. രണ്ടാമതായി പറഞ്ഞത് ശുചിത്വത്തെക്കുറിച്ചാണ്. മൂന്നാമതായി മാത്രമാണ് ഈശ്വരഭക്തിയെക്കുറിച്ച് പറയുന്നത്. എട്ടാമത്തെ ലക്ഷ്യമായി പറഞ്ഞിരിക്കുന്നത് ഇന്ന് വളരെ പ്രസക്തമായ സാങ്കേതിക വിദ്യ. അപ്പോൾ എത്രമാത്രം ദീർഘദർശിയായിരുന്നു ഗുരുദേവൻ എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ ലക്ഷ്യങ്ങൾ. നേരത്തെ സൂചിപ്പിച്ച പഞ്ചശുദ്ധികൾ. ആ പഞ്ചശുദ്ധികൾ എന്ന് പറയുന്നത്: 1 മനഃശുദ്ധി, 2 വാക്ശുദ്ധി, 3 ഗൃഹശുദ്ധി, 4 കർമ്മശുദ്ധി, 5 വാക്ശുദ്ധി. ഈ 5 തരത്തിലുള്ള ശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആചരിക്കണമെന്ന് ഗുരുദേവൻ നമ്മെ ഉപദേശിക്കുന്നു. അത് വിശദീകരിക്കുവാൻ സമയം ചുരുക്കം പോലും സാധിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ഗുരുദേവൻ പറഞ്ഞത് പഞ്ചധർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത്. ഹിംസിക്കരുത്, മോഷ്ടിക്കരുത്, കളവ് പറയരുത്, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്. ഇതാണ് ഈ പഞ്ചധർമ്മം. പഞ്ചശുദ്ധികൾ ആചരിക്കുകയും പഞ്ചധർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്താൽ ഒരു മനുഷ്യന് അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യനായി ജീവിക്കുവാൻ കഴിയും, ഒരു നല്ല പൗരനായി ജീവിക്കുവാൻ കഴിയും എന്നുള്ളതാണ് വസ്തുത. അത്രമാത്രമേ ആ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കാൻ സാധിക്കുന്നുള്ളൂ, സമയച്ചുരുക്കം മൂലം. ഇനി നമ്മുടെ ധർമ്മപ്രചരണത്തിന് വേണ്ടി കേരളത്തിൽ ഗുരുദേവൻ തന്നെ സ്ഥാപിച്ച ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമുണ്ട്. അതൊരു ബഹുജന സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഇന്ന് 7000-ലേറെ ശാഖകൾ, 100-ലേറെ താലൂക്ക് യൂണിയനുകൾ. അപ്പോൾ ഓർക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയമില്ല, ശ്രീനാരായണ ധർമ്മ പരിപാലനയാണ്. ഏറ്റവും കൂടുതൽ വിഭവശേഷിയുള്ള പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും, ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും സംശയമല്ല, അത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ആ യോഗം വഴി ഇന്നിപ്പോൾ ഫലപ്രദമായ രീതിയിൽ ധർമ്മപ്രചരണം നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു വിവാദമായി മാറും. പക്ഷേ വസ്തുത അതാണ്. മറ്റൊരു സംഘടന, യോഗത്തോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു സംഘടന ശ്രീനാരായണ ട്രസ്റ്റ് ആണ്. അതൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനവും അല്ലെങ്കിൽ ഒരു സംഘടനയാണ്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആയിരക്കണക്കായ അല്ല ലക്ഷക്കണക്കായ വിദ്യാർത്ഥികൾ +2 തലത്തിനപ്പുറം മുതൽ ബിരുദാനന്തര കോഴ്സുകളായി പഠിക്കുന്നുണ്ട്. ജാതി മതങ്ങൾക്ക് അതീതമായി എല്ലാ വിഭാഗങ്ങളിലുള്ള കുട്ടികൾ ആ സ്ഥാപനങ്ങളിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ ശ്രീനാരായണ ട്രസ്റ്റിന് കീഴിലുള്ള കോളേജുകളിലും വിദ്യാലയങ്ങളിലും ശ്രീനാരായണ ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് ക്രൈസ്തവർ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെയ്യാറുള്ളതുപോലെ കുറഞ്ഞത് 1 മണിക്കൂർ സമയമെങ്കിലും നീക്കി വെച്ചാൽ നമ്മുടെ ഏറ്റവും പുതിയ യുവാക്കളുടെ തലമുറയിൽ വരെ ശ്രീനാരായണ സന്ദേശങ്ങൾ, ശ്രീനാരായണ ധർമ്മം എത്തിക്കുവാൻ സാധിക്കും. പക്ഷേ നാം കാണുന്നത് എന്താണ്?
നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, ഗുരുദേവന്റെ ലോക വിശ്വ പ്രാർത്ഥനയായ, മതേതര പ്രാർത്ഥനയായ, സാർവലൗകിക പ്രാർത്ഥനയായ ദൈവദശകം സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ അംഗീകരിക്കണമെന്ന്. അത് പറയുമ്പോൾ നമ്മുടെ കോളേജുകളിൽ, നമ്മുടെ വിദ്യാലയങ്ങളിൽ ആ അധ്യയനത്തിന്റെ ആരംഭത്തിൽ ഈ പ്രാർത്ഥന ചൊല്ലുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന കാര്യം ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണം. അങ്ങനെ ചെയ്താൽ എത്ര വലിയ ഒരു ധർമ്മപ്രചരണമാണ് നമ്മൾ നടത്തുന്നത് എന്ന് ചിന്തിക്കുക. അവിടെയും നാം പിന്നിലാണ്. പിന്നെ വരുന്നത് സംഘടന എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സ്ഥാപനം എന്ന നിലയ്ക്ക് ശിവഗിരി മഠമാണ്. ശിവഗിരി മഠം അതിൻ്റെ ബ്രാഞ്ചുകളിലൂടെ ധർമ്മസംഘത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചരണ സഭയിലൂടെ കഴിഞ്ഞ 40-ലേറെ വർഷങ്ങളായി ധർമ്മപ്രചരണം നമുക്ക് ആവുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ നമുക്ക് പരിമിതികളുണ്ട്. SNDP യോഗത്തിന് നാനാതലങ്ങളിൽ ധർമ്മപ്രചരണം നടത്തുവാൻ കഴിയുന്നത് പോലെ നടത്തുവാനുള്ള വിഭവങ്ങളും അതിനുള്ള അംഗസംഖ്യയും നമുക്കില്ല എന്നുള്ളത് കൊണ്ട് ധർമ്മപ്രചരണ രംഗത്ത് കാര്യക്ഷമമായ ഒരു ഇടപെടലിന് ഇപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീടുള്ളത് കുറെ പ്രാദേശിക സംഘടനകൾ, ഗുരുവിന്റെ പേരുള്ള പ്രാദേശിക സംഘടനകൾ നിരവധിയായിട്ടുണ്ട്. ആ പ്രാദേശിക സംഘടനകൾ ആഘോഷങ്ങളിൽ അഭിരമിക്കുകയാണ്. ധർമ്മപ്രചരണമല്ല, ഉത്സവങ്ങൾ സംഘടിപ്പിക്കുക, പണം പിരിക്കുക, അത് പൂർത്ത് എന്ന് പറയാവുന്ന രീതിയിൽ ചെലവഴിച്ച് എന്തൊക്കെ കാര്യങ്ങളാണോ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാതിരിക്കേണ്ടത് അത്തരം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രാദേശിക സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിന് വെളിയിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ സമീപകാലത്തായിട്ട് ഇന്ത്യക്ക് പുറത്ത് ഒക്കെ ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള സംഘടനകൾ വ്യത്യസ്തമായ പേരുകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയൊക്കെ പല സ്ഥലത്തും പോകാനിടയായപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു കാര്യം, ഉദ്യോഗത്തിലോ ബിസിനസ്സിലോ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഇടവേളകളിൽ സമയം പോകുവാനുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ആശയവിനിമയം നടത്തുവാനുള്ള ഒരു ഉപാധി എന്ന നിലയ്ക്കാണ് സംഘടനയെ അവർ കാണുന്നത്. ആഴത്തിലുള്ള പഠനത്തിനോ ചിന്തയ്ക്കോ അവിടെ പ്രസക്തി ഇല്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ധർമ്മം പ്രചരിപ്പിക്കാനുള്ള മാർഗമെന്ന് പറയുന്നത്, നമുക്ക് പത്രം ഒരു നല്ല മാധ്യമമാണ്, വലിയ ശക്തിയുള്ളൊരു മാധ്യമമാണ്. മലയാള മനോരമ പത്രം കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ പ്രാദേശിക ഭാഷകളിൽ ഒന്നാമത് നിൽക്കുന്ന മലയാള മനോരമ തന്നെ ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഒരു ദിവസം അച്ചടിക്കുന്നത്. പിന്നെയും അനവധിയായ പത്രങ്ങൾ, മനോരമ, മാതൃഭൂമി, കേരള കൗമുദി, ഇങ്ങനെ നിരവധിയായ പത്രങ്ങൾ കേരളത്തിലുണ്ട്. പ്രധാനപ്പെട്ട എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിൽ നിന്നും പത്രങ്ങൾ പുറപ്പെടുന്നുണ്ട്. ഈ പത്രങ്ങൾ രാവിലെ നമ്മുടെ മേശപ്പുറത്ത്, നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്. പക്ഷേ ഈ പത്രങ്ങളിലൂടെ ലോക ഗുരുവായ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന എത്ര ലേഖനങ്ങൾ, എത്ര പഠനങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കുക. അടുത്ത മാധ്യമം വർഷങ്ങളായി ഇന്ത്യയിൽ നിലവിലുള്ള ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ആ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആദ്യകാലത്ത് തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു ഒരു ആസ്ഥാനം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ വിവിധ ജില്ലകളിലായി പ്രാദേശിക കേന്ദ്രങ്ങളുണ്ട്. നിങ്ങൾ രാവിലെ 5:50 റേഡിയോ ഓൺ ചെയ്താൽ ആദ്യം കേൾക്കുന്ന സുഭാഷിതം,
പിന്നീട് ഏതെങ്കിലും ഒരു കവിയുടെ ഒരു കാവ്യശകലം, അത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വാർത്തകൾ. അങ്ങനെ രാത്രി 11 മണി വരെ നിങ്ങൾ ഈ റേഡിയോ ഓൺ ചെയ്ത് കേട്ടുകൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗുരുവിൻ്റെ ജയന്തി നാളിലും മഹാസമാധി നാളിലും മാത്രമാണ് ഗുരു എന്നൊരു മഹാമനുഷ്യൻ ഈ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നൊരു ബോധം ഈ ആകാശവാണിയെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ. അപൂർവമായി ചില വ്യക്തികളെ വിളിച്ച്, അത് ഒരുപക്ഷെ ശിവഗിരി മഠത്തിലെ അധ്യക്ഷനോ കാര്യദർശിയോ ആകാം, അതുമല്ലെങ്കിൽ ഒരു പ്രമുഖ പണ്ഡിതനാകാം, അവർ ഗുരുവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്താൽ ആ റേഡിയോയുടെ പരിമിതി കൊണ്ടുകൂടിയാവാം ഏറിയാൽ ഒരു 5 മിനിറ്റ് നീളുന്ന അല്ലെങ്കിൽ 10 മിനിറ്റിൽ ഒതുങ്ങുന്ന ഒരു പ്രഭാഷണം. ഇത് തന്നെ നമ്മളിൽ എത്ര പേർ കേൾക്കുന്നു? നിങ്ങൾക്കൊരു ചെറിയ ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ തന്നെ ഒരു ഭാഗത്ത് ഇത് വെച്ചിരുന്നാൽ നിങ്ങളുടെ വീട്ടിലെ അടുക്കള പണിയും നടക്കും, ഇതൊക്കെ കേൾക്കുവാനും കഴിയും. അങ്ങനെ ജോലി ചെയ്യുന്നതിനോടൊപ്പം വിജ്ഞാനം സമ്പാദിക്കുവാനുള്ള ഈ ഉപാധി ഫലപ്രദമായി ഉപയോഗിക്കുന്ന എത്ര പേർ നമ്മുടെ വീട്ടമ്മമാർക്കിടയിൽ ഉണ്ട് എന്ന് ഓർക്കുക. ഇല്ലെങ്കിൽ ഇതൊരു ശീലമായി മാറ്റുവാൻ ശ്രദ്ധിക്കുന്നത് ഉചിതമായിരിക്കും എന്ന് പറയുവാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുക. പിന്നീട് വന്ന ഒരു വലിയ മാധ്യമം ഇന്ന് ലോകത്തിൻ്റെ ആകെ ശ്രദ്ധയിലുള്ള ടെലിവിഷനാണ്. ഈ ടെലിവിഷൻ, ആ ടെലിവിഷനിലൂടെ ആ ടെലിവിഷൻ എന്ന് പറയുന്നത് ദൂരദർശൻ മാത്രമേ ഉള്ളൂ സർക്കാർ നിയന്ത്രണത്തിലുള്ളത്. പിന്നീടുള്ള ചെറുതും വലുതുമായ എല്ലാ TV മാധ്യമങ്ങളും സ്വകാര്യ വ്യക്തികളുടേതാണ്. പത്രമായാലും ഈ TV മാധ്യമങ്ങളായാലും ഇതിൻ്റെ ഉടമകൾ എന്ന് പറയുന്നത് സവർണ സമ്പന്ന വർഗങ്ങളിൽപ്പെട്ട ഇന്ത്യയിലെ ഉന്നതന്മാരായ വ്യക്തികൾ. ഉന്നതന്മാരെന്ന് പറയുന്നത് സമ്പത്തിൻ്റെ കാര്യത്തിലാണ്, ബുദ്ധിയുടെ കാര്യത്തിലല്ല. അവർ ബോധപൂർവം പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് മറ്റു പല കാര്യങ്ങളും, ഹിന്ദുത്വവാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടന്നു വരും. പക്ഷേ ഗുരുദേവന്റെ മാനവികത ലോകമറിയേണ്ടതാണ് എന്ന ചിന്തയോടുകൂടി അത്തരത്തിലൊരു ആശയപ്രകാശനത്തിനുള്ള അവസരം നമ്മുടെ ടെലിവിഷനിലും കാണുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആകാശവാണി ചെയ്യാറുള്ളത് പോലെ ഗുരുവിൻ്റെ ജയന്തി നാളിലും സമാധി നാളിലും അല്പസമയത്തേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ എന്തെങ്കിലും കാര്യങ്ങൾ പ്രക്ഷേപണം ചെയ്തെങ്കിലായി. അവിടെയും ഗുരുവിൻ്റെ ഏതെങ്കിലും ഒരു കൃതിയെ ആസ്പദമാക്കി, അതുമല്ലെങ്കിൽ സാർവലൗകികമായി അംഗീകരിക്കപ്പെട്ട ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്നുള്ള സന്ദേശത്തെ ആസ്പദമാക്കി ഉള്ള ഒരു ഡിബേറ്റോ ഒരു സംവാദമോ ഒന്നും തന്നെ അവിടെ നടക്കാൻ. ഇതാണ് ധർമ്മപ്രചരണ രംഗത്തെ നമ്മുടെ ഒരവസ്ഥ. പിന്നീടുള്ളത് വലിയൊരു മാധ്യമമാണ് സിനിമ. എത്രയോ ലക്ഷം ആളുകൾ കാണുന്നു, പ്രത്യേകിച്ചും ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന ഒന്നാണ് സിനിമ. ആ സിനിമയുടെ സ്വാധീനം നിസ്സാരമല്ല. ആ സിനിമാ രംഗത്ത് ആദ്യമായി ഈ ഗുരുദേവനെ കുറിച്ച് ഒരു സിനിമ വരുന്നത് 60കളിലാണ്. അതൊരു ക്രൈസ്തവനായിരുന്നു CP ആന്റണി എന്ന് പറയുന്ന താരതമ്യേന അറിയപ്പെടാത്ത ഒരു സംവിധായകൻ ഗുരുവിൻ്റെ മഹത്വമറിഞ്ഞ് നിർമ്മിച്ച ഒരു സിനിമയായിരുന്നു കാൽപ്പാടുകൾ എന്നു പേരുള്ള ആ ഗുരുദേവ ചിത്രം. പിന്നീട് ഇങ്ങോട്ട് EK നായനാരുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന മുരളീധരൻ നായർ അടക്കം, കൃഷ്ണമൂർത്തി അടക്കം പല ആളുകൾ ഗുരുദേവനെ സംബന്ധിക്കുന്ന സിനിമകൾ നിർമ്മിച്ചു. ഏറ്റവും ഒടുവിൽ യുഗപുരുഷൻ എന്നൊരു സിനിമ ഗുരുദേവന്റെ ശിഷ്യൻ മാമി വൈദ്യരുടെ കുടുംബത്തിൽപ്പെട്ട മെഡിമിക്സിന്റെ സ്ഥാപകനായ AV അനൂപ് നിർമ്മിച്ച യുഗപുരുഷൻ എന്നൊരു സിനിമ. ആ സിനിമ നമ്മുടെ തിയേറ്ററുകളിൽ വന്നു. പക്ഷെ നമ്മളിൽ എത്ര പേർ അത് കണ്ടു? ആ സിനിമ വളരെ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ സിനിമ തിയേറ്ററിൽ വരുന്ന ആ സമയത്ത് ഞാൻ കട്ടപ്പനയിലായി. ആദ്യ ദിവസം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല.
രണ്ടാം ദിവസമാണ് ഞാൻ പോയത്. ഞാൻ അടക്കം 50-ൽ താഴെ ആളുകൾക്ക് വേണ്ടിയാണ് ആ തിയേറ്ററിൽ അന്ന് ആ സിനിമ അവിടെ പ്രദർശിപ്പിച്ചു. അപ്പോൾ നമ്മള് ഗുരുദേവനെ കുറിച്ച് വാതോരാവാതെ വർത്തമാനം പറയും. വേണമെങ്കിൽ പുരപ്പുറത്ത് കയറി നിന്ന് ഗുരുദേവനെ പ്രഘോഷിക്കും. പക്ഷേ ഗുരുദേവന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ഒരു സിനിമ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സിനിമാ തിയേറ്ററിൽ വന്നപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടുകളയാം എന്നൊരു ചിന്ത പോലും നമ്മളിൽ മഹാഭൂരിപക്ഷത്തിനുമുണ്ടായി. ആ സിനിമയൊന്ന് കാണൂ എന്ന് ദ ബൈബിൾ പോലെയുള്ള സിനിമ വന്നപ്പോൾ, അംബേദ്കറെ കുറിച്ചുള്ള സിനിമ വന്നപ്പോൾ, മഹാത്മജിയെ കുറിച്ചുള്ള സിനിമ വന്നപ്പോൾ ഒക്കെ ജനങ്ങളെ അങ്ങോട്ട് പോകുവാൻ പ്രേരണ കൊടുത്ത പ്രസ്ഥാനങ്ങൾ ഈ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഗുരുവിനെ കുറിച്ചുള്ള ചിത്രം തിയേറ്ററിൽ വന്നപ്പോൾ ആ ചിത്രത്തിന്റെ പേര് യുഗപുരുഷൻ എന്നായിരുന്നിട്ടും അത് കാണുവാനുള്ള മനോഭാവം, അത് കാണുവാനുള്ള പ്രേരണ നൽകുവാൻ പോലും നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം നിരുത്തരവാദപരമായും എത്രമാത്രം പ്രതിലോമപരമായുമാണ് നാം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് ഇവിടെ ഓർമ്മിച്ചു പോവുകയാണ്. ഇപ്പോ ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലത്ത് വേണമെങ്കിൽ നമ്മുടെ പ്രസ്ഥാനം പണം മുടക്കിയാൽ, കാരണം കോടികളുടെ ആസ്തിയുണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനങ്ങൾക്കൊക്കെ, SNDP യോഗത്തിനായാലും ധർമ്മസംഘത്തിനായാലും ഒക്കെ, നമ്മളങ്ങനെ പണം മുടക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന വിദ്യയിലൂടെ വേണമെങ്കിൽ നമുക്ക് പ്രഭാഷകരെ സൃഷ്ടിക്കാം. ആ പ്രഭാഷകർ ട്രെയിൻ ചെയ്ത് ഗുരുദേവ കൃതികളുടെ ഉള്ളടക്കം പഠിപ്പിക്കാം, അതിനെ വ്യാഖ്യാനം പഠിപ്പിക്കാം, അത് യൂട്യൂബിലിടാം. അങ്ങനെ വന്നാൽ ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ നടക്കുന്ന എൻ്റെ പ്രഭാഷണമടക്കം ഇതൊക്കെ ലോകം മുഴുവനുള്ള ആളുകൾ ആരൊക്കെയാണോ യൂട്യൂബിൽ അതിൻ്റെ വ്യൂവേഴ്സായി മാറുന്നത് അവർക്കൊക്കെ അത് കാണുവാനും കേൾക്കുവാനുമുള്ള അവസരങ്ങളുണ്ട്. പക്ഷേ ഈ പുതിയ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ പഴഞ്ചന്മാരായി അപ്ഡേറ്റ് ചെയ്യപ്പെടാതെ നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. കമ്പ്യൂട്ടർ വന്ന കാലത്ത് അതിനെ എതിർത്ത ആളുകൾ പോലും ഇന്നത് പരമാവധി ഉപയോഗിക്കുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ നമ്മുടെ ഈ തെറ്റ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ മനോഭാവം അക്ഷന്തവ്യമായ ഒരു അപരാധമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹം. ഇതാണ് ധർമ്മപ്രചരണത്തിൽ ഇപ്പോഴത്തുള്ള ആകെയുള്ള ഒരു അവസ്ഥ. അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം ചുരുക്കം പോലെ സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ പ്രസക്തമാകും? ഒന്ന്, നമ്മുടെ സമൂഹത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാതി ചിന്ത വർദ്ധിച്ചിരിക്കുന്നു. ആ ജാതി ചിന്ത വർദ്ധിപ്പിക്കുന്നതിൽ ഒരു പരിധിവരെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗവും ഒരു പങ്ക് എടുത്തിരിക്കുന്നു. എങ്ങനെ? ശ്രീനാരായണ ധർമ്മപരിപാലന യോഗവുമായി ബന്ധപ്പെട്ട വേദികളിൽ ഗുരുദേവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ഗുരുവാണ്, ഞങ്ങളുടെ കുലഗുരുവാണ്, ഈഴവ ഗുരുവാണ് എന്ന് പച്ചയായി പറയുന്നില്ല എങ്കിൽ പോലും ഞങ്ങളുടെ മാത്രം ഗുരുവാണ്, ഈ ഗുരുവിനെ ഞങ്ങൾ മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്നൊരു ശാഠ്യം മനസ്സിലുള്ളതുപോലെ ഗുരുവിനെ പല പ്രഭാഷകരും അവതരിപ്പിക്കുന്നു. ഇത് കേട്ട് ഇരിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ എന്താണ് മനസ്സിലാക്കുക? അതിൻ്റെ അപകടം അവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ കാണാതെ പോകും. മറ്റൊന്ന്, ഗുരുദേവനെ ഹൈന്ദവവൽക്കരിക്കുവാനുള്ള ശ്രമം, അത് കുറെ കൂടി ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ. ഗുരുദേവൻ ഹിന്ദുവായിരുന്നു, ഗുരുദേവൻ എഴുതിയത് അത്രയും ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ്. നോക്കുക, ഗുരുദേവന്റെ സ്തോത്രവിധികൾ നിങ്ങളെടുത്ത് വായിക്കുക, അതിൽ ഹിന്ദു ദേവീദേവന്മാരെ കുറിച്ചാണ് ഗുരുദേവൻ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുദേവൻ ഹിന്ദുവാണ് എന്ന രീതിയിലുള്ള പ്രചരണം
കൊണ്ടുപിടിച്ചു നടത്തി ഗുരുദേവനെ ഹൈന്ദവവൽക്കരിക്കുവാൻ, ഗുരുദേവ പ്രസ്ഥാനത്തെ ഹൈന്ദവവൽക്കരിക്കുവാനുള്ള ശ്രമം നടന്നു. RSSന്റെയൊക്കെ താത്വികാചാര്യനായിരുന്ന P. പരമേശ്വരൻ മുതൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജന്മഭൂമിയിലും മറ്റും എഴുതിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വരെ ഗുരുദേവനെ ഹൈന്ദവവൽക്കരിക്കുന്നുവെന്ന് മാത്രമല്ല, ഗുരുദേവൻ ചട്ടമ്പി സ്വാമിയുടെ ശിഷ്യനായിരുന്നുവെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ചുള്ള വൃഥാ വ്യായാമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതല്ലേ നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കും. മറ്റൊന്ന്, ഗുരുദേവനെ രാഷ്ട്രീയവൽക്കരിക്കുവാനുള്ള ശ്രമമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷത്തിനാണ് പ്രാധാന്യം. ആർക്കാണോ ഭൂരിപക്ഷം കിട്ടുന്നത് അവരാണ് ജയിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഇലക്ഷന്, പാർലമെന്റിലേക്കുള്ള ഒരു ഇലക്ഷൻ കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് ഇരിക്കുന്നത്. ആകെയുള്ള പാർലമെന്റ് സീറ്റുകളിൽ ഭൂരിപക്ഷം ആർക്കാണോ കിട്ടുന്നത് അവർ നമുക്ക് ഇഷ്ടപ്പെടുന്ന പാർട്ടിയാണെങ്കിലും അല്ലെങ്കിലും ശരി, ജനാധിപത്യത്തിൽ അവർക്കാണ് മേൽക്കൈ, അവരാണ് അധികാരത്തിൽ വരിക. അപ്പൊ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ മേൽക്കൈ കിട്ടുവാനും പരമാവധി വോട്ടുകൾ തങ്ങളുടെ ഭാഗത്തേക്ക് സമാഹരിക്കുവാനും വേണ്ടി, ജനങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി, അവരെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടേതായ ഒരു സ്ട്രാറ്റജി, അവരുടേതായ ചില തന്ത്രങ്ങൾ മെനയും. അങ്ങനെ തന്ത്രങ്ങൾ മെനയുമ്പോൾ അത് BJP ആണെങ്കിൽ അവർക്ക് അനുകൂലമായി ജനമനസ്സുകളെ ആകർഷിക്കുവാനും കൂടെ നിർത്തുവാനും കഴിയുന്ന രീതിയിൽ ഗുരുദേവനെ വ്യാഖ്യാനിക്കുക, അതിനനുസൃതമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. അത് കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു നിലപാട് ജനങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക. പിന്നെ ശേഷിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഒക്കെ അവരുടെ പ്രചരണങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ ഓരോ പാർട്ടിയുടെയും നേതാക്കാർ നടത്തുന്ന കപലപ്രസംഗം ഉൾപ്പെടെ, ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ നടക്കുന്ന സിംബോസിയങ്ങൾ ഉൾപ്പെടെ ഒക്കെ അവരവർക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഏറിയ കൂറും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഗുരുദേവനെ തമസ്കരിക്കുക എന്നുള്ളത്. ഗുരുദേവനെ എങ്ങനെ തമസ്കരിക്കാം? ഗുരുദേവൻ എന്ന മഹാവ്യക്തിത്വത്തെ കാണാതിരിക്കുക, ഗുരുദേവൻ എഴുതിയ 60-ലേറെ വരുന്ന കൃതികൾ കാണാതിരിക്കുക, അതിനെക്കുറിച്ചൊന്നും ഒരിടത്തും മിണ്ടാതിരിക്കുക, അതൊരു രീതിയാണ്. ഇപ്പോ നമുക്ക് ഇവിടെ പ്രഭാവർമ്മ പറഞ്ഞല്ലോ, ഗുരുദേവ കൃതികളുടെ മഹത്വത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ. ഒരു പടി കൂടി കടന്ന് അയ്യപ്പ പണിക്കർ, മലയാളത്തിന്റെ പ്രിയ കവി അന്തരിച്ച അയ്യപ്പ പണിക്കർ പറഞ്ഞത്, രാമായണവും ഭാരതവും ഭഗവത്ഗീതയും ഒക്കെ ചേർത്ത് വെച്ചിട്ട് അതിനോടൊപ്പം ഗുരുദേവൻ എഴുതിയ അറിവ് എന്ന കൃതി വായിച്ചാൽ ഈ കൃതികളെക്കാൾ മഹത്തായ ആശയം അറിവ് എന്ന കൃതിയിലുണ്ട് എന്ന്. നമ്മൾ തന്നെയും ദർശനമാലയ്ക്കോ ആത്മോപദേശ ശതകത്തിനോ നൽകുന്ന പ്രാധാന്യം അറിവ് എന്ന കൃതിക്ക് നൽകാതിരിക്കുമ്പോഴാണ് ആത്മീയമായ ഈ അറിവിനെ കുറിച്ച് അയ്യപ്പ പണിക്കർ എത്രയേറെ വാചാലനാകുന്നത് എന്ന് നാം കാണേണ്ടതാണ്. ഗുരുദേവന്റെ എല്ലാ കൃതികളും ആ കൃതികളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഒരാശയ പ്രപഞ്ചമുണ്ട്. അതിൻ്റെ ആദ്യത്തെ ബീജാഭാവം നടന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയുടെ സമയത്താണ്. അരുവിപ്പുറത്തെ ക്ഷേത്ര കവാടത്തിൽ ആ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുദേവന്റെ കൽപ്പന പ്രകാരം എഴുതി വെച്ച ഒരു സന്ദേശം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാമിത്. അവസാന വരി ഒന്നുകൂടെ ആവർത്തിക്കുന്നു, മാതൃകാ സ്ഥാനമാമിത്. നമ്മൾ പിന്നീട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അതല്ല ഇതാണ് ശരി എന്ന രീതിയിൽ മാതൃകാ സ്ഥാനമാണിത് എന്ന് തിരുത്തി. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? മാതൃകാ സ്ഥാനമാണിത് എന്ന് നമ്മൾ അത്യാധുനികന്മാർ പറയുമ്പോൾ
വർത്തമാനകാലത്ത് മാത്രം പ്രസക്തിയുള്ള ഒന്നാണ് ഗുരുദേവന്റെ സന്ദേശമെന്ന്. ഗുരുദേവൻ കൽപ്പിച്ചത് എന്താണ്? മാതൃകാ സ്ഥാനമാമിത് എന്ന് പറയുമ്പോൾ വർത്തമാനകാലത്ത് മാത്രമല്ല ഭാവി കാലത്ത് കൂടി പ്രസക്തമായ, അതല്ലേ ശരി? ഈ കാലഘട്ടത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ജീവിത ശാസ്ത്രമാണെങ്കിൽ, ഒരു ദർശനമാണെങ്കിൽ തീർന്നു. ഈ തലമുറ കഴിയുമ്പോൾ തീർന്നു. പക്ഷെ ഗുരുദേവൻ കൽപ്പിച്ചത് മാതൃകാ സ്ഥാനമാമിത്, അതാണ് ശരി. അപ്പോൾ അത് വർത്തമാനകാലത്തിന് മാത്രമല്ല ഭാവി കാലത്ത് കൂടി പ്രസക്തമായ ഒന്നാണ്. അതിലൂടെ പറഞ്ഞു വെച്ച ആശയം എന്താണ്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ, ആ വാക്കുകളൊക്കെ ഓരോ വാക്കിനും വളരെ പ്രാധാന്യമുള്ള അർത്ഥമുണ്ട്. അത് ഏതുമില്ലാതെ എന്നുള്ളത് അടിവരയിട്ട് വേണം വായിക്കാൻ. ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന, ഒരാളോ രണ്ടാളോ അല്ല, സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണ്. ഇത് ഒരു ഏകലോകത്തെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ അരുവിപ്പുറത്തെ കുറിച്ചല്ല, തിരുവിതാംകൂറിനെ കുറിച്ചല്ല, ഇന്നത്തെ കേരളത്തെ കുറിച്ച്, ഏകലോകത്തെ കുറിച്ച്. അപ്പൊ ഇതിന്റെ അനുബന്ധമായി നമുക്ക് വായിക്കാവുന്ന ഒന്നാണ് ഗുരുദേവൻ ജാതി നിർണയത്തിൽ എഴുതിയ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് നമ്മൾ ഇപ്പോൾ എടുത്തുദ്ധരിക്കുന്ന മുദ്രാവാക്യം പോലെയായി മാറിയിരിക്കുന്ന ആ സന്ദേശം. അതിൽ നോക്കുക, എത്ര ലളിതമായ വാക്കുകളാണ് ഗുരുദേവൻ ഉപയോഗിച്ചിരിക്കുന്നത്. ജാതി, മതം, ദൈവം, മനുഷ്യൻ, ഒരു 5 ലളിതമായ മലയാള വാക്കുകൾ. ജാതി, മതം, ദൈവം, മനുഷ്യൻ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അതിലൂടെ ഗുരുദേവൻ ഒരു മഹത്തായ ആശയം ലോകത്തിന്റെ മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിന് മുന്നിലല്ല, ലോകത്തിന്റെ മുന്നിൽ. അത് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച ഒന്നായതുകൊണ്ടാണ് ഗുരുദേവന്റെ സ്മരണാർത്ഥം കേന്ദ്ര സർക്കാർ നാണയം പുറപ്പെടുവിച്ചപ്പോൾ ആ നാണയത്തിൽ എഴുതിയത് ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവൻ, അല്ലാതെ കേരളീയരുടെ ഗുരു എന്നല്ല. ജഗദ്ഗുരു ശ്രീനാരായണ ഗുരു. ഗുരുദേവൻ ജഗദ്ഗുരുവാണ്. ഗുരുദേവൻ ജഗദ്ഗുരുവാകുന്നത് സ്തോത്രകൃതികൾ എഴുതിക്കൊണ്ടല്ല, കേരളത്തിൽ പിറന്നത് കൊണ്ടല്ല. ഗുരുദേവൻ ജഗദ്ഗുരുവാകുന്നത് ഒരു ഏകലോക ദർശനം അവതരിപ്പിച്ചുകൊണ്ട്. ആ ഏകലോക ദർശനത്തിന്റെ ഇന്നത്തെ പുതിയ രൂപമാണ് ഗ്ലോബൽ വില്ലേജ്. അന്ന് ഗുരുദേവൻ ഈ മാതൃകാ സ്ഥാനം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഈ സാങ്കേതിക വിദ്യയുടെ ഈ കാലത്ത്, ഈ സൈബർ യുഗത്തിൽ, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയാവുന്ന ഒന്നാണ് ഗ്ലോബൽ വില്ലേജ്, ആഗോള ഗ്രാമം. ഇപ്പം നമ്മളൊരു ആഗോള ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ അറിഞ്ഞാലും ശരി, ഇല്ലെങ്കിലും ശരി, നമ്മളൊരു ആഗോള ഗ്രാമത്തിൽ ജീവിക്കുക. ആ ആഗോള ഗ്രാമത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഗുരുവിൻ്റെ ദർശനത്തിൽ ആഭിമുഖ്യമുള്ളവരായിരിക്കുമ്പോൾ, ഗുരുവിൻ്റെ ദർശനത്തെ ആദരിക്കുന്നവരായിരിക്കുമ്പോൾ, ആ ഗ്ലോബൽ വില്ലേജിലാകെ ഈ ദർശനം പ്രചരിപ്പിക്കുവാൻ ഒരു മെഷീനറി നമുക്കുണ്ടാവും. ശ്രീ യേശുദേവന്റെ ദർശനം, ക്രൈസ്തവ ദർശനം, അത് ശിഷ്യന്മാർ മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. യേശുവിൻ്റെ സ്വന്തമായ ആശയങ്ങളല്ല, അത് ശിഷ്യന്മാർ മുന്നോട്ട് വെച്ച സുവിശേഷങ്ങളിലൂടെയാണ് ആശയങ്ങൾ പുറത്തു വരുന്നത്. പക്ഷെ ഇവിടെ ഗുരുവിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത് ഗുരുദേവൻ സശരീരനായിരുന്നപ്പോൾ സ്വന്തം മേധ ഉപയോഗിച്ച് ചിന്തിച്ച് മനനം ചെയ്ത് എഴുതിയ ആശയങ്ങളാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു തനിമയുണ്ട്. ആ ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിപ്പിക്കണമെങ്കിൽ വലിയ മിഷണറി സംവിധാനം വേണം. ഇവിടെ പ്രഭാവർമ്മ പറഞ്ഞില്ലേ, ഇവിടെ നടക്കുന്ന ഈ അന്താരാഷ്ട്ര കൺവെൻഷനിൽ ഈ കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ ചെമ്പഴന്തിയിലും പരിസരത്തിലുമുള്ളവർ മാത്രം പങ്കെടുത്താൽ പോരാ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി പങ്കെടുക്കണമെന്ന് പറഞ്ഞില്ലേ. അതിന് വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞതാണ്. 2000-ലേറെ വർഷം പിന്നിടുമ്പോഴാണ് യേശുവിൻ്റെ ആശയങ്ങൾ ലോകമെമ്പാടും പ്രചരിച്ചത്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ സംശയമില്ല, അത് ബൈബിളാണ്. ആ ബൈബിള് പ്രചരിപ്പിക്കുവാനും ക്രിസ്തുവിന്റെ ദർശനം പ്രചരിപ്പിക്കുവാനും 2000-ലേറെ വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിൻ്റെ ഈ ദർശനം, ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചത് 1928.
അപ്പോൾ 1855-നും 1928-നും ഇടയ്ക്കുള്ള ഒരു കാലയളവിൽ ഗുരുദേവൻ പലപ്പോഴായി എഴുതിയ കൃതികളുടെ ആകെ തുകയാണ് ഗുരുവിൻ്റെ ദർശനം. അത് പ്രചരിപ്പിക്കുവാൻ, ഈ അണ്ടകടാഹമാകെ പ്രചരിപ്പിക്കണമെങ്കിൽ വലിയ ഒരു സംവിധാനമാണ്. അക്കാര്യത്തിൽ നമ്മൾ വളരെ വളരെ പിന്നിലാണ്. നമുക്ക് മിഷണറിമാരില്ല, സുവിശേഷ പ്രസംഗകരില്ല. അപ്പോൾ അതൊക്കെ വാർത്തെടുക്കണമെങ്കിൽ ഇപ്പോഴും സമയം വൈകിപ്പോയിട്ടില്ല. ഓരോ പ്രസ്ഥാനവും, അത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമായാലും ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് ആയാലും ഇതര ശ്രീനാരായണ പ്രസ്ഥാനങ്ങളായാലും, ആ സംഘങ്ങൾ മുന്നോട്ട് വന്ന് ഓരോ പ്രദേശത്തും ഗുരുവിൻ്റെ ദർശനം പ്രചരിപ്പിക്കുവാൻ കഴിയുന്ന, ഗുരുവിൻ്റെ ധർമ്മം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുവാൻ കഴിയുന്ന ആളുകളെ കണ്ടെത്തി, വിദ്യാസമ്പന്നരായ ആളുകളെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ ജനങ്ങൾക്കിടയിലേക്ക് പറഞ്ഞുവിടണം. നമ്മുടെ ഗുരു നടരാജ ഗുരു, ഗുരുദേവൻ വാത്സല്യപൂർവ്വം തമ്പി എന്ന് വിളിച്ചിരുന്ന നടരാജ ഗുരു, ഗുരുവിൻ്റെ കൽപ്പന ഉൾക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പാരീസിലേക്ക് പോയ വ്യക്തിയാണ്. ആ ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ചതിന് ശേഷം തിരിച്ചു വന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് അന്നത്തെ നിലയിൽ ഒരു ഉന്നതമായ പദവിയിൽ സർക്കാർ സർവീസിൽ കയറാമായിരുന്നു. പക്ഷേ ഗുരുവിൻ്റെ മഹത്വം മനസ്സിലാക്കിയ നടരാജ ഗുരു, ഡോക്ടർ പി നടരാജനായി അവിടെ പഠിക്കുന്ന കാലത്ത് തന്നെ അവിടെ ഉള്ള പ്രാദേശികമായ പ്രസിദ്ധീകരണങ്ങളിൽ ഗുരുവിൻ്റെ സന്ദേശങ്ങളെ കുറിച്ച് എഴുതാനിടയായി. അത് വായിച്ചിട്ട് വിദേശികൾ അത്ഭുതപ്പെട്ടു. ഇങ്ങനെ ഒരാളോ, ഇങ്ങനെ ഒരു ഗുരുവോ എന്ന് അത്ഭുതപ്പെട്ടു. ഗാരി ഡേവിസ് തന്നെ എന്തുകൊണ്ടാണ് ശ്രീനാരായണ സന്ദേശത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്? ഗാരി ഡേവിസ് എന്ന വൈമാനികൻ 1945 യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധവിമാനങ്ങളിലൊന്നിന്റെ പൈലറ്റായി. ആ യുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലുമൊക്കെ ബോംബ് വർഷിച്ച വിമാനങ്ങളിൽ ഒന്നിന്റെ വൈമാനികനായിരുന്നു ഗാരി ഡേവിസ്. അദ്ദേഹത്തിന് ഒരു പുനർചിന്തനം വന്നു. താൻ വർഷിച്ച ബോംബുകൾ ഭൂമിയിൽ ഏതു തരത്തിലുള്ള പരിവർത്തനം വരുത്തിയിരിക്കുന്നു എന്ന് കാണാൻ വേണ്ടി പൈലറ്റായ അദ്ദേഹം വിമാനത്തിന്റെ കിളിവാതിലേക്ക് ഇവിടെ താഴേക്ക് നോക്കി. വിമാനം പരമാവധി താഴ്ത്തി പറത്തിക്കൊണ്ട് താഴേക്ക് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് ശിരസറ്റ, കാലറ്റ, കൈകളറ്റുപോയ കബന്ധങ്ങൾ, ഒഴുകുന്ന ചോരപ്പുഴകൾ, ചിതറിക്കിടക്കുന്ന മാംസപിണ്ഡങ്ങൾ. ഒരു ദയനീയമായ കാഴ്ച. ആ കാഴ്ച കണ്ട് അന്ധാളിച്ചു പോയ, വേദനിച്ച ഗാരി ഡേവിസ് ഒരു തീരുമാനത്തിലെത്തി. ഞാൻ ഇനി ഒരു വൈമാനികനായി തുടരുകയില്ല. ഒരു കുറച്ച തീരുമാനമായിരുന്നു അത്. ഉറക്കമില്ലാത്ത രാത്രിയിൽ അദ്ദേഹം ആ തീരുമാനത്തിലേക്ക് എത്തി. എന്ന് മാത്രമല്ല, എനിക്കിനി ഇങ്ങനെ ആളുകളെ കൊല്ലാൻ കഴിയില്ല. ഇനിമേൽ ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശ്വപൗരനായി ജീവിക്കുമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയമെടുത്തു. അമേരിക്കൻ ഗവൺമെന്റ് അനുവാദമില്ലാതെ ജോലി രാജിവെക്കുകയും ഇത്തരത്തിൽ വിശ്വപൗരനായി തീരുവാൻ വേണ്ടിയുള്ളൊരു പ്രഖ്യാപനം നടത്തുകയും ചെയ്ത ഗാരി ഡേവിസിനെ അമേരിക്കൻ ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്ത് കപ്പലിൽ അമേരിക്കയിലേക്ക് അയക്കുക. ആ കപ്പൽ യാത്രയ്ക്കിടയിലാണ് കപ്പലിലെ ഒരു ക്യാബിനിൽ ഇരിക്കുന്ന ഉയരം കുറഞ്ഞ, അല്പം സ്ഥൂലിച്ച ശരീരമുള്ള, കഷണ്ടി തലയുള്ള ഒരു വ്യക്തിയെ അദ്ദേഹം കാണുന്നു. ആ വൈമാനികൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഒന്ന് ചോദിച്ചു, മഹാത്മാവേ, ഈ ലോകമാകെ ഒരു കുടുംബമാണ് എന്ന് കരുതുന്ന ഒരു കുറ്റമാണ്. ഈ ലോകത്തുള്ളവരെല്ലാം എൻ്റെ സഹോദരിമാരും സഹോദരന്മാരുമാണ് എന്ന് ചിന്തിക്കുന്നത് കുറ്റമാണ്. അദ്ദേഹം ആ 2 ചോദ്യങ്ങൾ കേട്ടു. ശാന്ത ഗംഭീരമായ സ്വരത്തിൽ പറഞ്ഞു, സഹോദര, ഈ ലോകമാകെ ഒരു കുടുംബമായി കാണുന്നത് ഒരു കുറ്റമല്ല. ഈ ലോകത്തിലുള്ളവരെല്ലാം എൻ്റെ സഹോദരിമാരും സഹോദരന്മാരുമാണ് എന്ന് ചിന്തിക്കുന്നതും കുറ്റമല്ല.
വസുധൈവ കുടുംബകം, ലോകമാകെ ഒരു കുടുംബം എന്ന് വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഗുരുദേവൻ എന്നെ പഠിപ്പിച്ചത് ലോകത്തെ ആകെ ഒന്നായി കാണുവാനും, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഏത് ഭാഷ സംസാരിക്കുന്നവരാകട്ടെ, ഏത് ദേശത്തുള്ളവരാവട്ടെ, അവരെല്ലാം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മുടെ പ്രതിജ്ഞയിൽ പറയാറുള്ള പോലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് കാണുവാനും. അവരുടെ സംഭാഷണം നീണ്ടുപോയി. ആ നടരാജൻ എന്ന് പറയുന്ന ആ കുറിയ മനുഷ്യൻ, ഇന്ന് നമ്മൾ അറിയുന്ന നടരാജഗുരു ആയിട്ട് ഗാരി ഡേവിസ് നടത്തിയ ആ സംഭാഷണമായ യാത്രയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി. അവസാനം കപ്പലിറങ്ങുമ്പോൾ ഗാരി ഡേവിസ് ഒരു ഉറച്ച തീരുമാനം, നടരാജഗുരുവിന്റെ ശിഷ്യനായി കൂടെ കൂടുക. ഒരു ലോക പൗരനായി ജീവിക്കണമെങ്കിൽ ലോകത്തിനാകെ ഒരു ഭരണഘടന വേണം, ലോകത്തിനാകെ ഒരു മാനിഫെസ്റ്റോ വേണം, ലോകത്തിന് വേണ്ടി ഒരു എഡ്യൂക്കേഷണൽ പോളിസി, വിദ്യാഭ്യാസ പദ്ധതി വേണം, ഒരു സാമ്പത്തിക ശാസ്ത്രം വേണം. ഇതൊക്കെ ഗാരി ഡേവിസിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഗാരി ഡേവിസിനെ പോലെ ലോകത്തെ ഒന്നായി കാണുന്ന പിന്നാലെ വരുന്ന തലമുറകൾക്കെല്ലാം വേണ്ടി നടരാജഗുരു എഴുതി വച്ചു. അതിനും അപ്പുറം പോയി ഈ ഗാരി ഡേവിസ്. അദ്ദേഹം നടരാജഗുരു ഒപ്പിട്ട പാസ്പോർട്ട് ഉണ്ടാക്കി ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ ശ്രമിച്ചു. അത് പക്ഷേ മറ്റു രാഷ്ട്രങ്ങൾ അംഗീകരിക്കുന്ന ഒന്നല്ല. ഓരോ രാജ്യത്തും കടന്നു ചെല്ലണമെങ്കിൽ പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് ഇല്ലാതെ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ അദ്ദേഹം തടവ് ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഗാരി ഡേവിസിനെ കുറിച്ചുള്ള ഈ പരാമർശം. അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ ഒക്കെ ഗുരുവിലേക്ക് ആകർഷിച്ചത് ഇതുകൊണ്ടാണ്. ഗുരു നിത്യചൈതന്യയതി നടരാജഗുരുവിനെ പിന്തുടർന്ന് ലോകമെമ്പാടുമുള്ള യൂണിവേഴ്സിറ്റികളിൽ എത്രയോ തവണ പോയി പ്രഭാഷണം നടത്തി. പാശ്ചാത്യ ദർശനത്തെക്കുറിച്ച്, പൗരസ്യ ദർശനത്തെക്കുറിച്ച്, പൗരസ്യ ദർശനത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിന്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവിൽ ഊട്ടിയിൽ അവസാന കാലത്ത് വർഷങ്ങളോളം വർക്കലയിൽ ഡിസംബറിൽ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടിയുള്ളൊരു യാത്രയുണ്ട്. ആ യാത്ര ഊട്ടിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലാ തലസ്ഥാനങ്ങളിൽ 2-3 ദിവസം ക്യാമ്പ് ചെയ്ത് അവിടെ ചർച്ചകളിലും സെമിനാറുകളിലും ഒക്കെ പ്രഭാഷണങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടാണ് ഗുരുകുലത്തിലെത്തിയത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആദ്യകാലത്ത് അദ്ദേഹം കോട്ടയത്ത് വരുമ്പോൾ താമസിച്ചിരുന്നത് കോട്ടയത്തെ കേരള കൗമുദിയുടെ അന്നത്തെ ജില്ലാ ലേഖകൻ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ എം വിശ്വംഭരന്റെ ഭവനത്തിലായിരുന്നു. ടൗണിൽ തന്നെയുള്ളൊരു വീടാണ്. അന്നും ഞാൻ ഗുരു നിത്യചൈതന്യയതി അനുധാവനം ചെയ്യുമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിതമായ വിശ്വംഭരന്റെ മരണശേഷം ഗുരു കോട്ടയത്ത് വന്നിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ അദ്ദേഹത്തിനും അദ്ദേഹത്തോടൊപ്പം വരുന്ന വിദേശികളടക്കമുള്ള ആളുകൾക്കുമൊക്കെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ എൻ്റെ വീട്ടിലാണ് ഒരുക്കിയിരുന്നത്. ഞങ്ങൾ ഒന്നിച്ച് കോട്ടയത്തെ പ്രധാനപ്പെട്ട കോളേജുകളിൽ പോയിട്ടുണ്ട്. ദർശന സാംസ്കാരിക കേന്ദ്രം പോലെയുള്ള വലിയ ക്രൈസ്ത CMI സഭയുടെ കീഴിലുള്ള വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ പ്രഭാഷണ പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട്. ഗുരുവിന്റെ പ്രഭാഷണ പരമ്പര ഒരു 7 ദിവസം തുടർച്ചയായി ഒരേ വേദിയിൽ നടത്തുകയാണ്. അതിൽ ഗുരുദേവകൃതിയുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഉപനിഷത്തുണ്ട്, ഇങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളാണ്. ഗുരുവിനൊരു നിർബന്ധമുണ്ട്, വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയാൽ അദ്ദേഹം തന്നെ പറയും, ഇവിടുത്തെ പോലെ നീണ്ട സ്വാഗത പ്രസംഗമൊന്നുമില്ല. സ്വാഗത പ്രസംഗം നടത്തുന്ന കോളേജിലെ പ്രൊഫസർ പറയും, ദിസ് മാൻ ഫ്രം ഇന്ത്യ നിത്യ ചൈതന്യയതി വിൽ സ്പീക്ക് സംതിങ് ടു. ഇന്ത്യയിൽ നിന്നുള്ള നിത്യ ചൈതന്യയതി എന്ന ഈ മനുഷ്യൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയും, നിങ്ങൾ കേട്ടോണമെന്നാണ്. നമ്മളിവിടെ ആണെങ്കിൽ നെടുതടങ്ങൻ സ്വാഗത പ്രസംഗം നടത്തും. അപ്പൊ ഗുരു ഈ രീതിയിലാണ്. അതുകൊണ്ട് ഒറ്റ വാക്കിലാണ് സ്വാഗതം ഓതുക അദ്ദേഹത്തിന്. ചിലപ്പോഴൊക്കെ ഞാൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, സഞ്ചരിക്കുന്ന സർവകലാശാലയിൽ. അങ്ങനെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങും. അത് കൃത്യം 5 മണിക്ക് തന്നെ തുടങ്ങുമെന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ഒരു ദിവസം പോയി സാമാന്യം ആളുണ്ടായിരുന്നു, പത്രങ്ങളിലെല്ലാം വാർത്ത ഉണ്ടായിരുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള കോട്ടയം കളക്ടറേറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാർ 4:45 ഓഫീസ് വിട്ട് അവിടെ വരും. കോട്ടയത്തിന്റെ ഒരു വലിയ പരിച്ഛേദം, ജാതി മതഭേദമന്യേ രാഷ്ട്രീയ നേതാക്കൾ, സാമൂഹ്യ രംഗത്തുള്ളവർ എല്ലാം, ഭാഷാ പണ്ഡിതന്മാർ എല്ലാം സദസ്സിന്റെ മുൻനിരയിലുണ്ടാകും. അവരോടാണ് ഗുരു സംവദിക്കുന്നത്.
മറ്റൊരു സന്ദർഭത്തിൽ മലയാള മനോരമയുടെ ക്ഷണം സ്വീകരിച്ച് അവരുടെ കോട്ടയത്തെ ഗസ്റ്റ് ഹൗസിൽ ഗുരു പോയി. അവരോട് സംസാരിക്കുവാൻ ഗുരുവിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ട വിഷയം പത്രപ്രവർത്തനമാണ്. ഇന്ത്യയിലെ പത്രങ്ങൾ എങ്ങനെ, അതിൻ്റെ ഉള്ളടക്കമെന്ത്, അമേരിക്കയിലെ പത്രങ്ങൾ അതിൻ്റെ ഉള്ളടക്കമെന്ത്, ബ്രിട്ടനിലെ പത്രങ്ങൾ അതിൻ്റെ ഉള്ളടക്കമെന്ത്, ഇങ്ങനെ ഒരു താരതമ്യ പഠനം അവതരിപ്പിച്ച് എങ്ങനെ ഒരു പത്രത്തിന് ഒരു നല്ല പത്രമാകാം, ഒരു മാധ്യമമാകാം എന്ന രീതിയിലായിരുന്നു ഗുരുവിൻ്റെ അവതരണം. ഇങ്ങനെ ഗുരുവിൻ്റെ 2 വത്സല ശിഷ്യന്മാർ, നടരാജ ഗുരു, ഗുരു നിത്യനിധി. അതിനെ തുടർന്ന് മുനി നാരായണ പ്രസാദ് സ്വാമി കുറേ സ്ഥലങ്ങളിലെല്ലാം, കുറേ രാജ്യങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആരോഗ്യം ക്ഷീണിച്ച ഒരവസ്ഥയിലായതുകൊണ്ട് ഇപ്പോൾ പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഗുരുവിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ വ്യാഖ്യാനം, അതിനു മുൻപ് ഒരു ശിഷ്യനും സമ്പൂർണ്ണ കൃതികൾക്ക്, സന്യാസി ശിഷ്യന്മാർ സമ്പൂർണ്ണ കൃതികൾക്ക് വ്യാഖ്യാനം എഴുതിയിട്ടില്ല. ഈ സമ്പൂർണ്ണ കൃതികൾക്ക് സാമാന്യമായ അർത്ഥത്തോടുകൂടി 3 വാള്യങ്ങളിലായി 3000 പേജുള്ള ഒരു ഗ്രന്ഥ സമുച്ചയം, അതും കേരളത്തിലെ ഏറ്റവും പ്രചാരമുള്ള പ്രസിദ്ധീകരണശാലയായ DC ബുക്സ് വഴി പ്രസിദ്ധീകരിച്ചു. അപ്പൊ അത് വലിയ, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് കേന്ദ്ര ഗവൺമെന്റ് പത്മശ്രീ നൽകിയത്. അല്ല, സന്യാസി എന്ന നിലയ്ക്കല്ല, എഴുത്തുകാരൻ എന്ന നിലയിലാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ആത്മായനം എന്ന ആത്മകഥ കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് കിട്ടിയ കൃതിയാണ്. അത് വായിച്ചാലും ഒരു ഗുരു ശിഷ്യന്മാരെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ ഇങ്ങനെ നമ്മുടെ ചില്ലലമാരകളിൽ വെച്ച് ഇരിക്കുകയാണ്. നമ്മൾ എത്ര പേർ ഗുരുവിൻ്റെ കൃതികൾ വായിക്കുന്നുണ്ട്? SP പിള്ള ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നമ്മുടെ മലയാള സിനിമയിലെ ഒരു കൊമേഡിയനായി. ഇന്നത്തെ പോലെ നമ്മുടെ സിനിമ വികസിക്കുന്നതിന് മുമ്പുള്ള ആദ്യകാലത്ത് മുതുകുളൻ രാഘവൻ പിള്ള, SP പിള്ള ഇങ്ങനെയുള്ള നടന്മാരുണ്ട്. അദ്ദേഹം സിനിമയിൽ നിന്ന് ഇന്നത്തെ പോലുള്ള വലിയ കോടികളുടെ വരുമാനം ഇല്ലെങ്കിലും ആയിരങ്ങളുടെ വരുമാനമുള്ള അക്കാലത്ത് അദ്ദേഹത്തിന്റെ ജന്മദേശമായ ഏറ്റുമാനൂർ ഒരു പുതിയ വീട് വെച്ചു. അത് കാണിക്കുവാൻ വേണ്ടി, തൻ്റെ പത്രാസ് കാണിക്കുവാൻ വേണ്ടി അദ്ദേഹം കോട്ടയത്തെ പത്രപ്രതികളെയൊക്കെ വിളിച്ചു വരുത്തി. എന്നാലല്ലേ ഇങ്ങനൊരു ആള് ഒരു വലിയ വീട് വെച്ചു എന്ന് അറിയുള്ളൂ. അപ്പോൾ അവിടെ വന്ന് ഈ പത്രക്കാരെല്ലാം നിരന്നു. അപ്പോൾ എൻ്റെ സ്നേഹിതൻ ശ്രീ M. വിശ്വംഭർ എന്നുള്ള അറിവാണ്. അദ്ദേഹത്തിൻ്റെ ആ വീടിനകത്ത് ഒരു ഷെൽഫ് ക്രമീകരിച്ചിരിക്കുന്നു. അത് നിറച്ച പുസ്തകങ്ങളാണ്, തടിച്ച പുസ്തകങ്ങളാണ്. അപ്പോൾ SP പിള്ള ഇവരോടായിട്ട് പറഞ്ഞു, സാറുമാരെ, ഞാനിവിടെ ബ്രിട്ടാനിയ വരെ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം ഉദ്ദേശിച്ച് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിയയെ കുറിച്ച്. അപ്പൊ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക എന്നുള്ളതിനെ കുറിച്ച് അറിവില്ലെങ്കിൽ പോലും അതും വീടിനൊരു അലങ്കാരമായിരിക്കട്ടെ എന്ന് കരുതി SP പിള്ള അവിടെ മേടിച്ചു വയ്ക്കുകയായി. നമ്മൾ പലരും ഇപ്പോൾ പുതിയ വീട് വയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഷോക്കേസിൽ ഒരു ഭാഗത്ത് ഗുരുദേവന്റെ ഒരു പ്രതിമയോ ചിത്രമോ ഉണ്ടായിരിക്കും, തൊട്ടടുത്ത് ഗുരുദേവ കൃതികളൊക്കെ ഇങ്ങനെ അട്ടിയായി വച്ചേക്കും. പക്ഷെ അതിൻ്റെ പേജുകൾ മറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് പോകുവാൻ, ഗുരുവിനെ അറിയേണ്ട രീതിയിൽ അറിയുവാൻ, അങ്ങനെ ഉൾക്കൊണ്ട അറിവ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ, അങ്ങനെ സമൂഹത്തിന് കൂടി ഒരു പരിവർത്തനം വരുത്തുവാൻ വേണ്ടി നമ്മളിൽ എത്ര പേർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരെയും ചിന്തിക്കണം എന്ന് മാത്രമേ നേരം പോയ ഈ നേരത്ത് പറയും. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഇങ്ങനെ ഉപസംഹരിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് ശ്രീനാരായണ ധർമ്മപ്രചരണത്തിൻ്റെ പ്രസക്തി എന്ന നിലയ്ക്ക് നിങ്ങൾ വ്യക്തികൾ എന്ന നിലയ്ക്കും കൂട്ടുചേർന്നും നിങ്ങളുടെ ഗൃഹസദസ്സുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യണമെന്നുള്ള വിനീതമായ ഒരു അഭ്യർത്ഥനയോടുകൂടി നിർത്തുന്നു. എന്നെ ക്ഷണിച്ച ശുഭാംഗൻ സ്വാമികൾക്ക് നന്ദി, എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. സ്നേഹാദരങ്ങളോടെ നിങ്ങളുടെ കുറിച്ചി സദസ്സ്.